ഹായ് ഗായ്സ്. സോ ഇന്ന് നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ സാധനമാണ്, ഈ പാക്കിന്റെ അകത്ത് സാധനം വേറെ ഒന്നുമല്ല, ഒരു ഫിറ്റ്നസ് ബാൻഡ് ആണ്. വൂപ്പ് 4.0 എന്ന് പറയുന്ന ഒരു ഫിറ്റ്നസ് ബാൻഡ്. ഓൾറെഡി ഇതിന്റെ അൺബോക്സിങ് നമ്മുടെ ഷാസ് ബ്രോ കോൾമി ഷസാം മച്ചാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മച്ചാൻ ഒരു അടിപൊളി അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനാ ചെയ്യണമെന്നല്ലേ, എന്റെ മുഖം ആൾക്കാരൊക്കെ ഒന്ന് കണ്ട് കുറച്ച് ഫേമസ് ആവട്ടെന്നേ. അപ്പോ എന്താണ് ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നതാണ്. ഇത് അൺബോക്സ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതിന്റെ കുറച്ച് വിശേഷങ്ങളും കൂടെ ഞാൻ പറയാം. സോ ഇത് ആക്ച്വലി ഞാൻ കാണുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ, നമ്മുടെ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ധരിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാനിത് കാണുന്നത്. ലൈക്ക് ഒരു വീഡിയോയില്, അതൊരു ഫാൻ എടുത്ത വീഡിയോയില്, ഓട്ടോഗ്രാഫ് കിട്ടുന്ന വീഡിയോയിലകത്ത് ചെയ്ത സമയത്താണ് ഞാൻ ഈ ബാൻഡ് ശ്രദ്ധിക്കപ്പെടുന്നത്. അതിനുശേഷം നമ്മുടെ വിരാട് കോഹ്ലി IPL ത്രൂ ഔട്ട് വേറെ കണ്ട് ഒട്ടുമിക്ക പ്ലേയേഴ്സ് ഇപ്രാവശ്യം ലൈക്ക് T20 വേൾഡ് കപ്പില് ഒട്ടുമിക്ക അത്ലറ്റ്സും ലൈക്ക് ഒട്ടുമിക്ക പ്ലേയേഴ്സും അതേപോലെ തന്നെ കുറെ അത്ലറ്റ്സും ഓൾറെഡി യൂസ് ചെയ്യണം. സോ ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഗ്ലോബൽ അംബാസിഡർ ആയതിനു ശേഷമാണ് ഇത് ടേക്ക് ഓഫ് ചെയ്തത്. ശരിക്കും ഇത് 2015 ഇറങ്ങിയ ബ്രാൻഡാണ് വൂപ്പ് എന്ന് പറയുന്നത്. വൂപ്പ് 1 2015 ഇറങ്ങി, വൂപ്പ് 2 2016 ഇറങ്ങി. അങ്ങനെ 2019 അവർ ഈ വൂപ്പ് 3 ഇറക്കി. 2021 ഈ വൂപ്പ് 4 എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇറക്കുന്നത്. ഇപ്പൊ റൂമേഴ്സ് ഉണ്ട് വൂപ്പ് 5ന്റെ, പക്ഷെ ഇത് 2021 ഇറങ്ങി. പക്ഷെ 2024 അവരൊന്ന് ക്ലച്ച് പിടിച്ചത്. ഇപ്പൊ അവർ പറയണ ഏകദേശം 125 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയണത്. അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. പക്ഷെ ഇതിന്റെ ഫീച്ചേഴ്സ് അതൊരു നീണ്ട ലിസ്റ്റാണ്. ലൈക്ക് കാണപ്പടം പഠിച്ച് പറയേണ്ടി വരും, അത്രയൊക്കെ പഠിക്കുന്നതിന് ഭേദം. ഓഫ് മൈ ഗോഡ്, ഐ കാൻ ഡു ദാറ്റ്. സോ അപ്പൊ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്തിട്ട് എന്താണ്, എങ്ങനെയുണ്ട് സെറ്റപ്പ് എന്നൊക്കെ ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ നമുക്കിനി ഇത് തുറന്നുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. സോ അത്രയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട്, അങ്ങോട്ട് വെട്ടി ഓപ്പൺ ആക്കിയിട്ട് വേണം ബാക്കി കഥ പറയാനായിട്ട്. സോ ഇതിൻ്റെ അത് കഥ പറയാനൊന്നുമില്ല. ഞാനിവിടെ ഇപ്പോൾ UK ആയതുകൊണ്ടാണ് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് കിട്ടിയത്. ഇന്ത്യയിൽ ഇത് അങ്ങനെ അവൈലബിൾ അല്ല. ഈവൻ ഷാസ്ബ്രോ പോലും ദുബായിൽ നിന്നാണ് ചെയ്തത്. സോ ഇത് ആക്ച്വലി ഇവിടെ ഇതിന് സബ്സ്ക്രിപ്ഷൻ ആണ്. ഇതിന്റെ ബാൻഡിന് ആക്ച്വലി ഇതാണ്. അത് ഓപ്പൺ ചെയ്യണ സമയത്ത് ഇതാണ് സാധനം. ഇതിനകത്തൊരു പേപ്പർ ഉണ്ട്. ഇത് ചിലപ്പോൾ മറ്റേ ഇൻവോയ്സ് ആയിരിക്കുള്ളൂ മോസ്റ്റ് പ്രോബബ്ലി. അതെ, ഇത് ഇൻവോയ്സ് ആണ്. അതിൻ്റെ ഇതാണ് സാധനം. ഇതിപ്പോ കീറാനുള്ള ഓപ്ഷനൊക്കെ കാണിച്ചിട്ടുണ്ട്. കണ്ട, ഇതിനകത്ത് കീറണോ അതോ തള്ളണോ എന്നുള്ളത് അറിയില്ല. കീറാം എന്തായാലും. അപ്പോ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുറന്നാൽ മതിയാവായിരിക്കും. അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തുറന്നു നോക്കാം. സോ ഇതിപ്പോ ആക്ച്വലി ഇതിന്റെ ബാൻഡ് ഫ്രീ ആണ്. ഇതിന്റെ സബ്സ്ക്രിപ്ഷനാണ് പൈസ. പാക്കിംഗ് ഒക്കെ കൊള്ളാം, അടിപൊളിയാണ്. ബാൻഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇതിന്റെ വർഷം ഇയർലി സബ്സ്ക്രിപ്ഷൻ ആണ്. ഓൾറെഡി ആപ്പിൾ വാച്ചിനേക്കാൾ അടിപൊളിയാണ് ഇൻ ടേംസ് ഓഫ് ഫിറ്റ്നസ് ട്രാക്കിങ്ങും കാര്യങ്ങളും. ആപ്പിൾ വാച്ചിനേക്കാൾ അടിപൊളിയാണ്. ഇത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ ഓൾറെഡി ഇതിന്റെ കമ്പാരിസൺ ഒക്കെ നമ്മുടെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര അഭിപ്രായങ്ങളാണ് ഇതിനെ പറ്റിയിട്ട് ആക്ച്വലി. അല്ലാണ്ട് ഇപ്പൊ ഇത്രയും അത്ലറ്റ്സും കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ലല്ലോ, ഇത്രയും ഉപകാരങ്ങളില്ലാണ്ട്. ഞാൻ അത്ലറ്റ് ഒന്നും അല്ല, പിന്നെ എന്നാലും ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഫിറ്റ്നസ് ബാൻഡ് ഉപയോഗിക്കുന്ന ആളാണ്. ലൈക്ക് MIയുടെ ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് സോ ഇതിന്റെ അകത്ത് ഇതാണ് വരുന്ന ബാൻഡ്. ഇതാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് ഡിവൈസ് അവിടെ വെക്കാം. ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇത് സെറ്റപ്പ് ഗൈഡ്, പിന്നെ എന്തോ ഒരു കടലാസ്. ഇതിന്റെ ചാർജിങ്ങിന്റെ സാധനം വേണ്ട. ഇതാണ് ചാർജിങ്. നമുക്ക് ബാൻഡ് ഇങ്ങനെ കയ്യിലിട്ടിട്ട് അതിന്റെ മേലെ ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. ഇതാണ് ചാർജിങ്ങിന്റെ സംഭവം. പിന്നെ ഇത് ആ ചാർജിങ് പോർട്ട് ചാർജ് ചെയ്യാനുള്ള, അതായത് ഈ ചാർജിങ് പോർട്ട് ചാർജ് ചെയ്യാനുള്ള ഐറ്റം. സോ അത്രേ ഉള്ളൂ സംഭവം. അടിപൊളി പാക്കിങ്ങിലേക്കാണ് വന്നേക്കണം. സിമ്പിൾ പരിപാടിയാണ്, അധികം പരിപാടികളൊന്നുമില്ല. പിന്നെ ഇതിന്റെ ബാക്കി കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ത്രൂ ആപ്പാണ് എല്ലാ പരിപാടി. ഇതിന്റെ അകത്ത് ഒരു സ്ക്രീനോ ഒരു കാര്യങ്ങളോ വരില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ കയ്യിലിടാം. ഇത് ആൾക്കാർ പല സ്ഥലങ്ങളിലും ഇടണുണ്ട്. പല സ്ഥലങ്ങളിൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിയിരിക്കരുത്. അതായത് ഒന്ന് കയ്യിലിടും, ചിലരിവിടെ നമ്മുടെ ഈ ബൈസിന്റെ ഭാഗത്തിടും. പിന്നെ ചിലർ മറ്റേ ഇതിന്റെ തന്നെ സെപ്പറേറ്റ് ഒരു സാധനമുണ്ട്, ഒരു ഷഡ്ഡിയൊക്കെ ഉണ്ട്. അത് ഓൺലൈനിൽ അതിന്റെ ആപ്ലിക്കേഷൻ സൈറ്റിലുണ്ട്. ആ ഷഡ്ഡി വരെ ട്രാക്കിങ് വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കുറെ വെറൈറ്റി പരിപാടികളൊക്കെ ഉണ്ട് ഫിറ്റ്നസ് ട്രാക്ക്. എവിടെ വെച്ചാലും സ്കിന്നിനോട് അറ്റാച്ച് ചെയ്തിരുന്നാൽ മതി. അതാണ് സംഭവം. ഞാൻ ബ്ലാക്ക് കളറാണ് ചൂസ് ചെയ്തത്. സോ ഇത് ലിഫ്റ്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. എന്താണ് ലിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് പഠിച്ചോന്നറിയാം. ഇതിൻ്റെ അകത്ത് ഒരു സ്ട്രാപ്പ് തന്നെയുണ്ട്. സോ ഇതെങ്ങനെ തുറക്കണം? റിമൂവ് ഫോർ യൂസ്. തുറക്കാനായിട്ട് ലിഫ്റ്റ് എന്നൊക്കെയാണ് അവർ പറയണത്. ലിഫ്റ്റ് ചെയ്യണത് അതെ, ലിഫ്റ്റ് ചെയ്ത്
സംഭവം ലിഫ്റ്റ് ചെയ്ത് ഇതിങ്ങനെ ഊരി കളയാം. ഇതിൻ്റെ പുറകിലുള്ള സാധനവും ഉരുക്കളയാം. അതിനുശേഷം കയ്യിലിട്ടിട്ട് ജസ്റ്റ് ഇതേ കയ്യിലിടുക, ലോക്ക് ചെയ്യുക. ഇത്രയുള്ള സംഭവം ഇത് കണ്ട. ഇതാണ് ഫിറ്റ്നസ് ബാൻഡ്. ഇനി ഇതിൻ്റെ ചാർജിങ് പോർട്ട് ചിലപ്പോൾ ചാർജ് ചെയ്യേണ്ടി വരും. കണ്ട, ഇതിൻ്റെ ചാർജിങ് പോർട്ട് അടിപൊളിയാണ്. ഈ സാധനം ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചാൽ എന്താണ് ഓട്ടോമാറ്റിക്കലി ചാർജ് ആവുന്നിട്ട് ഇത് ചാർജ് ചെയ്യുക. അങ്ങനെയാണ്. ഏകദേശം 2 ദിവസമൊക്കെ ചാർജ് ഇട്ടു എന്നൊക്കെയാണ് പറയണം. ഞാൻ ഇതിന്റെ ഒരു ഫോളോ അപ്പ് റിവ്യൂ പാർട്ട് 2 ആയിട്ട് ചെയ്തേക്കാം എന്തായാലും. സോ ഇതാണ് അൺബോക്സ് ചെയ്യാനുള്ളത്. അങ്ങനെ നമ്മുടെ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും വിരാട് കോഹ്ലിയുടെ ഒക്കെ കയ്യിലുള്ള ഐറ്റം എൻ്റെ കയ്യിലും വന്ന്. യെസ് ഗൈസ്. അപ്പോൾ എന്താണ്, ഇന്ത്യയിൽ ഇത് അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ ഞാൻ നോക്കിയ സമയത്ത് അവൈലബിലിറ്റി എന്ന് പറയാനായിട്ട് ഒരു സൈറ്റ് ത്രൂ മാത്രമേ കണ്ടുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ഞാനിവിടെ UK ലായതുകൊണ്ട് വേഗം കിട്ടി. ഇതിന്റെ മാർക്കറ്റിംഗ് ഒരു രക്ഷയില്ല. ഇൻസ്റ്റാഗ്രാം തുറന്നതിനുണ്ടെങ്കിൽ ഇതിന്റെ മാർക്കറ്റിംഗ്, ആഡ്സും അതേപോലെ തന്നെ പോപ്പപ്സും സ്റ്റോറിയുടെ ഇൻ ബിറ്റ്വീൻ വന്നതൊക്കെ മാത്രമേ ഉള്ളൂ. നല്ല രീതിക്ക് ഒരു മാർക്കറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാ അത്ലറ്റ്സും വരണോണ്ട് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി ഇപ്പോൾ. അപ്പൊ അതാണ് ആക്ച്വലി ചെയ്യണത്. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉപയോഗിക്കണാണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും റീച്ച് കിട്ടാതിരിക്കില്ലല്ലോ. പിന്നെ ഇതിന്റെ ഈ ബാൻഡ്, ഈ സാധനം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, 5 പൈസ ഇതിന് കൊടുക്കണ്ട. പക്ഷേ ഇതിന്റെ ഫീച്ചേഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇയർലി സബ്സ്ക്രിപ്ഷൻ ആണ്. അവിടെയാണ് ഇവരുടെ മാർക്കറ്റിംഗ് പരിപാടി, പൈസ ഉണ്ടാക്കുന്ന പരിപാടി. അപ്പോൾ ഒരു വർഷത്തേക്ക് ഏകദേശം ഇവിടത്തെ 240 പൗണ്ടാണ്. നമ്മുടെ നാട്ടിൽ ഏകദേശം 24,000 25,000 രൂപ വില വരും. നാട്ടിൽ എനിക്ക് തോന്നുന്നു ഞാൻ നോക്കിയ സമയത്ത് 30 രൂപ 26 27 ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഈ സ്ട്രാപ്പുകളൊക്കെ വേറെ ടൈപ്പ് ഒക്കെ ഉണ്ട്, വേറെ ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ ഉണ്ട്, അടിപൊളി കളേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഉണ്ട്. സോ നിങ്ങൾ എന്താണ് ഇത് നാട്ടിലെവിടെ ആരെങ്കിലും കയ്യിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായം പറയാം. ഇതിന്റെ പാർട്ട് 2 ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് മോ.